നമസ്കാരം. IPL ചരിത്രത്തിലെ ഏറ്റവും വലിയ തുകയ്ക്ക് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ആദിത്യ ബിർള ഗ്രൂപ്പ് ഉൾപ്പെട്ട സംയുക്ത സംരംഭം സ്വന്തമാക്കിയതിന് പിന്നാലെ ക്രിക്കറ്റ് ലോകം ചർച്ച ചെയ്യുന്നത് ഒരു 28-കാരൻ്റെ പേരാണ്. ആര്യമൻ വിക്രം ബിർള. ആദിത്യ ബിർള ഗ്രൂപ്പ് ചെയർമാൻ കുമാർ മംഗലം ബിർളയുടെ മകനായ ആര്യമൻ RCBയുടെ പുതിയ ചെയർമാനായി ചുമതലയേറ്റു. വെറും ഒരു വ്യവസായി എന്നതിലുപരി മികച്ചൊരു ക്രിക്കറ്റർ കൂടിയായ ആര്യമൻ ടീമിൻ്റെ തലപ്പത്തെത്തുന്നത് ആരാധകർക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. നിലവിൽ അദ്ദേഹം ആദിത്യ ബിർള മാനേജ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുകയാണ്. IPL ടീമായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ ആദിത്യ ബിർള ഗ്രൂപ്പും ടൈംസ് ഓഫ് ഇന്ത്യയും ചേർന്നുള്ള ഒരു കൺസോർഷ്യം ഏകദേശം 16,000 കോടിയിലേറെ രൂപയ്ക്ക് സ്വന്തമാക്കിയിരിക്കുകയാണ്. ലോക പ്രശസ്ത സ്പിരിറ്റ് നിർമ്മാണ കമ്പനിയായ യുണൈറ്റഡ് സ്പിരിറ്റ്സിൻ്റെ കീഴിലുള്ള റോയൽ ചലഞ്ചേഴ്സ് സ്പോർട്സ് ലിമിറ്റഡിൽ നിന്നാണ് ബംഗളൂരു ടീമിനെ ടൈംസും ബിർളയും ചേർന്ന് ഏറ്റെടുക്കുന്നത്. ബോൾട്ട് വെഞ്ചേഴ്സ്, ബ്ലാക്ക് സ്റ്റോൺ എന്നീ കമ്പനികളും ഇതിനൊപ്പമുണ്ട്. 2017 നവംബറിൽ ഒഡീഷയ്ക്കെതിരെ രഞ്ജി ട്രോഫിയിൽ അരങ്ങേറുന്നതിന് മുമ്പ് തന്നെ മധ്യപ്രദേശിൻ്റെ ജൂനിയർ ക്രിക്കറ്റിൽ ആര്യമാൻ ബിർള മികവ് തെളിയിച്ചിരുന്നു. തുടക്കത്തിൽ കുറഞ്ഞ സ്കോറുകൾ മാത്രമാണ് നേടിയതെങ്കിലും അദ്ദേഹം തൻ്റെ കഴിവിൻ്റെ സൂചനകൾ നൽകി. 2018 രഞ്ജി സീസണിൽ ഈഡൻ ഗാർഡൻസിൽ ബംഗാളിനെതിരെ പുറത്താകാതെ സെഞ്ചുറി നേടിയതോടെയാണ് ആര്യമാൻ ശ്രദ്ധിക്കപ്പെടുന്നത്. ഈ പ്രകടനം IPL സ്കൗട്ടുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. ക്രിക്കറ്റ് മൈതാനത്തെ പരിചയസമ്പത്തുമായിട്ടാണ് ആര്യമാൻ ബിസിനസ് പിച്ചിലേക്ക് ഇറങ്ങുന്നത്. IPLൽ രാജസ്ഥാൻ റോയൽസിൽ മലയാളി താരം സഞ്ജു സാംസന്റെ സഹതാരമായിരുന്നു ഇദ്ദേഹം. 2018 ലേലത്തിൽ 30 ലക്ഷം രൂപയ്ക്കാണ് രാജസ്ഥാൻ ആര്യമനെ ടീമിലെടുത്തത്. എന്നാൽ IPLൽ ഒരു മത്സരം പോലും കളിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഒരു വലങ്കൈയ്യൻ ഓൾറൗണ്ടർ എന്ന നിലയിൽ 2 സീസണുകൾ അദ്ദേഹം ടീമിനൊപ്പം ചെലവഴിച്ചു, 2018-ലും 2019-ലും. എന്നാൽ പരിക്കുകളും കടുത്ത മത്സരവും കാരണം ഒരു മത്സരത്തിൽ പോലും പ്ലേയിങ് 11-ൽ ഇടം പിടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ചില മത്സരങ്ങളിൽ പകരക്കാരനായി ഫീൽഡിങ്ങിന് ഇറങ്ങിയിരുന്നു. അന്ന് ആര്യമാൻ ബിർള ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു: ഞാനൊരു തടവറയിൽ അകപ്പെട്ടതുപോലെയാണ് അനുഭവിച്ചത്. ഇതുവരെയുള്ള എല്ലാ മാനസിക വിഷമങ്ങളെയും അതിജീവിച്ച് ഞാൻ എന്നെ തന്നെ മുന്നോട്ട് നയിച്ചു. എന്നാൽ ഇപ്പോൾ മറ്റെന്തിനേക്കാളും ഉപരിയായി എൻ്റെ മാനസികാരോഗ്യത്തിനും ക്ഷേമത്തിനും മുൻഗണന നൽകേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കെല്ലാവർക്കും നമ്മുടേതായ യാത്രകളുണ്ട്. ഈ സമയം എന്നെ തന്നെ കൂടുതൽ നന്നായി മനസ്സിലാക്കാനും പുതിയതും വൈവിധ്യമാർന്നതുമായ കാഴ്ചപ്പാടുകളിലേക്ക് മനസ്സ് തുറക്കാനും എൻ്റെ കണ്ടെത്തലുകളിൽ ഒരു ലക്ഷ്യം കണ്ടെത്താനും ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കുറിച്ചത്. അവസരങ്ങൾ കുറവായിരുന്നിട്ടും ആഭ്യന്തര ക്രിക്കറ്റിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനം അദ്ദേഹത്തിൻ്റെ മൂല്യം തെളിയിക്കുന്നതായിരുന്നു. 2020 സീസണിന് മുന്നോടിയായി രാജസ്ഥാൻ റോയൽസ് അദ്ദേഹത്തെ ഒഴിവാക്കി. തുടർന്ന് തൻ്റെ 22-ാം വയസ്സിൽ ക്രിക്കറ്റിൽ നിന്ന് അനിശ്ചിതകാല അവധി അദ്ദേഹം പ്രഖ്യാപിച്ചു. 2019 ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ശേഷം ഹാർവാർഡ് ബിസിനസ് സ്കൂളിൽ നിന്നും MBA, ബേസ് ബിസിനസ് സ്കൂളിലെ മാസ്റ്റേഴ്സ് ഇൻ ഗ്ലോബൽ ഫിനാൻസ്, മുംബൈ യൂണിവേഴ്സിറ്റിയിലെ ബിരുദം എന്നിവയുടെ കരുത്തിൽ ആര്യമൻ ബിർള ആദിത്യ ബിർള ഗ്രൂപ്പിൽ അതിവേഗം ഉയർച്ച കീഴടക്കി. ഗ്രൂപ്പിൻ്റെ ഹോസ്പിറ്റാലിറ്റി മേഖല വികസിപ്പിക്കുന്നതിനായി ആദിത്യ ബിർള ന്യൂ ഏജ് ഹോസ്പിറ്റാലിറ്റി, വളരുന്ന സ്റ്റാർട്ടപ്പുകളെ ലക്ഷ്യമിട്ടുള്ള ആദിത്യ ബിർള വെഞ്ചേഴ്സ് എന്നിവ അദ്ദേഹം സ്ഥാപിച്ചു. 2023 ഗ്രൂപ്പിൻ്റെ ഉന്നത തീരുമാനങ്ങളെടുക്കുന്ന സമിതിയായ ആദിത്യ ബിർള മാനേജ്മെൻറ്റ് കോർപ്പറേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിലും ഹിൻഡാൽകോ, ഗ്രാസിം, ABFRL എന്നീ കമ്പനികളുടെ ബോർഡുകളിലും അദ്ദേഹം അംഗമായി. 2026 മാർച്ച് 24-ന് $1.78 ബില്യൺ ഏറ്റെടുക്കലിലൂടെ RCB കൺസോർഷ്യത്തിൻ്റെ ചെയർമാനായി അദ്ദേഹം പ്രഖ്യാപിക്കപ്പെട്ടു. ഇതോടെ IPLൽ ഒരു കളിക്കാരനായും ഫ്രാഞ്ചൈസി ചെയർമാനായും സേവനമനുഷ്ഠിക്കുന്ന ആദ്യ വ്യക്തിയായും ആര്യമൻ മാറി.